യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്കാരോടും സിമ്പതിയൊന്നും തോന്നിയിട്ടല്ല ആന്റി ഞാനീ പറഞ്ഞത്. വെറുതെ എന്തിനാ ദൈവകോപം ഏറ്റുവാങ്ങുന്നേന്നോർത്ത് പറഞ്ഞു പോയതാ. എന്നാലേ ആ ദൈവകോപം ഞങ്ങൾ അങ്ങ് വാങ്ങിച്ചോളാം. തൽക്കാലം നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, കേട്ടല്ലോ. ക്ഷമിക്കണോ അച്ഛാ, ഇതുപോലുള്ള കാര്യങ്ങൾ കൂട്ടുനിൽക്കാനോ കണ്ടില്ലെന്ന് വെക്കാനോ എനിക്കാവില്ല. പിന്നെ നീ എന്തോ ചെയ്യാൻ പോകുന്നു അതോടെ പറ. ഞാനല്ല ആന്റി, ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇതുവരെ ആരുടെയോ ഭാഗ്യം കൊണ്ട് ദൈവം ഒന്നും പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായ ചിലപ്പോ ആ പ്രഹരം താങ്ങാൻ പോലും നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. ദേ നോക്ക്, ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോരുത്, മനസ്സിലായല്ലോ? എന്താണ് പ്രശ്നം? പ്രശ്നം ദേ നിന്റെ ഭാര്യ തന്നെയാ. ഇവള് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കാൻ വരെ തുടങ്ങിയിരിക്കുന്നു. എന്താണ് നിനക്ക് വീണ്ടും അഹങ്കാരം തുടങ്ങിയോ? ദേ മര്യാദയ്ക്ക് അനുസരണയോടെ ജീവിച്ചാ നിനക്ക് കൊള്ളാം, കേട്ടല്ലോ. ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല പ്രതീക്ഷേട്ടാ. സേതുവേട്ടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലേക്ക് അയച്ചതിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം? ഒന്നുകളയും ഞാൻ. മോളെ മോളെ എന്നാ മോളെ, എന്തിനാ നിന്നെ തല്ലിയത്? അതോ ഭർത്താക്കന്മാരാകുമ്പോ ചിലപ്പോ ഭാര്യമാരെ തല്ലിന്നൊക്കെ ഇരിക്കും. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? നാവ് ശരിയല്ലെങ്കിലേ ഇവൾ ഇനിയും മേടിക്കും. എന്റെ മോൾ എന്ത് പറഞ്ഞിട്ടാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഇവൾക്ക് ഗർഭിണിയല്ലേ? ആ ഒരു ചിന്ത ഇവൾ കൂടി വേണ്ടേ? അല്ലാതെ തർക്കുത്തരം പറയാനും ചോദ്യം ചെയ്യാനും വന്നാ ചിലപ്പോ തല്ലിയെന്നിരിക്കും. ദേ നോക്ക്, ഇങ്ങനെയാണെങ്കിലേ നിന്റെ സഹവാസം ഇനി ഇവിടെ വേണ്ട.